ഈ ശവമഞ്ചത്തിൽ കിടക്കുന്നത് ഒരു വിശുദ്ധാത്മാവിന്റെ ശരീരമാണ്. കുറെ കഴിയുമ്പോൾ നിങ്ങൾക്കത് അറിയാനാകും എന്ന് മൃതസംസ്കാര ചടങ്ങിൽ ബഹുമാനപ്പെട്ട വലേറിയൻ അച്ഛൻ കുഞ്ഞച്ചനെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ ഇന്ന് അന്വർത്ഥമാകുന്നു. സ്വർഗത്തിലെ ദൈവദൂതന്മാരോടൊപ്പം സഭയോടൊപ്പം സഭാമക്കളായ നമുക്ക് ഏവർക്കും ഒന്നു ചേർന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ എന്ന് അരുളി ചെയ്ത ക്രിസ്തുവിന്റെ പരിപൂർണതയിലേക്ക് വിളിക്കപ്പെട്ടവരാണ് നാം എല്ലാം. നന്മയുടെ ജീവിതം നയിക്കുന്നവരെല്ലാം ആ പരിപൂർണതയിൽ എത്തിച്ചേരുന്നു. അങ്ങനെയുള്ളവരാണ് വിശുദ്ധാത്മാക്കൾ. തീർത്ഥാടക സമൂഹമായ ദൈവമക്കൾക്ക് മാതൃകയായിട്ടാണ് സഭ വിശുദ്ധരെ നമുക്ക് നൽകുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിലെങ്ങും തീണ്ടലും തൊടിയിലും വർണ്ണവിവേചനവും നടമായിരുന്ന കാലം. ചൂഷണ വിധേയരായി സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്നും അകറ്റപ്പെട്ട് ദാരിദ്ര്യവും പട്ടിണിയും അനുഭവിച്ചു കഴിഞ്ഞിരുന്ന മനുഷ്യർ ഈ നാട്ടിലുണ്ടായിരുന്നു. അവരുടെ ഇടയിലാണ് എടുത്തു പറയത്തക്ക കഴിവുകളോ സിദ്ധികളോ ഇല്ലാതിരുന്ന ഒരു സാധാരണ ഇടവ വൈദികനായ കുഞ്ഞച്ചൻ തന്റെ പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിച്ചത്. പാവപ്പെട്ട മനുഷ്യരുടെ വീടുകൾ കയറിയിറങ്ങി അവരെ സുവിശേഷം പഠിപ്പിച്ച് അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും മോചിപ്പിച്ച കുഞ്ഞച്ചൻ ജീവിതകാലത്ത് അംഗീകാരങ്ങളോ സ്ഥാനമാനങ്ങളോ ഒന്നും ലഭിക്കാത്ത ഒരു വ്യക്തിയായിരുന്നു. മക്കളെ എന്ന് വിളിച്ചുകൊണ്ട് ഇടവജനങ്ങളുമായി ആത്മബന്ധം സ്ഥാപിച്ചപ്പോൾ അദ്ദേഹം ഇടവക്കാരുടെ പ്രിയ കുഞ്ഞച്ചനായി മാറി. തീർത്തും ദരിദ്രരായ സഹോദരങ്ങളുടെ സമഗ്രമായ ഉന്നമനത്തിനു വേണ്ടി കുഞ്ഞച്ചൻ പ്രവർത്തിച്ചു എന്നത് നമുക്ക് ഇന്നും പ്രചോദനമാണ്. അവരുടെ സാമൂഹികവും സാംസ്കാരികവും ഭൗതികവും കലാപരവുമായ ഉന്നതിക്കു വേണ്ടി അദ്ദേഹം കഠിനാധ്വാനം ചെയ്തു. അടിമവേല ചെയ്തിരുന്ന മേലാള വർഗത്തിന്റെയും ഭരണകൂടത്തിന്റെയും എതിർപ്പുകളെ തന്റെ ശാന്തമായ പെരുമാറ്റം കൊണ്ടും ദിവ്യകാരണ സന്നിധിയുള്ള പ്രാർത്ഥന വഴിയും മരിയ ഭക്തനായ അദ്ദേഹത്തിന് അതിജീവിക്കുവാൻ കഴിഞ്ഞു. യേശുവിനോടുള്ള അഗാധമായ സ്നേഹം മാത്രമായിരുന്നു കുഞ്ഞച്ചനെ ഇതിനെല്ലാം പ്രേരിപ്പിച്ചത്. ദരിദ്രരുടെ ഉന്നമനത്തിനു വേണ്ടി ജീവിതം സമർപ്പിച്ച ആ സാധു വൈദികൻ മരണശേഷം അനേകർക്ക് മധ്യസ്ഥ ശക്തിയായി. തിരുസഭയുടെ തലവനായ ബെനഡിക്ട് 16 മാർപ്പാപ്പായോട് പാലാ രൂപതാധ്യക്ഷൻ സവിനയം അഭ്യർത്ഥിച്ചു. നമ്മുടെ സഹോദരൻ പാലാ രൂപതയുടെ മെത്രാൻ ജോസഫ് കല്ലറങ്ങാട്ട്, മറ്റ് പല സഹോദര മെത്രാന്മാർ, അനേകം വിശ്വാസികൾ എന്നിവർ പ്രകടിപ്പിച്ച ആഗ്രഹമനുസരിച്ച്
വിശുദ്ധരുടെ നാമകരണത്തിനായുള്ള തിരുസംഘവുമായി യഥായോഗ്യം ആലോചിച്ചതിനു ശേഷം നമ്മുടെ അപ്പസ്തോലിക അധികാരം ഉപയോഗിച്ച് സാധുക്കളെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും സഹായിക്കുന്നതിന് ജീവാർപ്പണം ചെയ്ത വൈദികൻ ധന്യനായ ദേവദാസൻ അഗസ്റ്റിൻ ദേവർവർമ്മലിനെ കുഞ്ഞച്ചനെ ഈ നിമിഷം മുതൽ വാഴ്ത്തപ്പെട്ടവനെന്ന് വിളിക്കാനും അദ്ദേഹത്തിന്റെ തിരുനാൾ അദ്ദേഹത്തിന്റെ സ്വർഗീയ ജന്മദിനമായ ഒക്ടോബർ 16 എല്ലാ വർഷവും നിയമാനുസൃതം അംഗീകരിക്കപ്പെട്ട സ്ഥലങ്ങളിലും രീതികളിലും ആഘോഷിക്കാനും നാം അനുവദിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. റോമിൽ വിശുദ്ധ പത്രോസിന്റെ ബസിലിക്കയിൽ വെച്ച് നമ്മുടെ കർത്താവിന്റെ വർഷം 2006 ഏപ്രിൽ 22 നമ്മുടെ സഭാ ശുശ്രൂഷയുടെ 2ാം വർഷം ബെനഡിക്ട് 16 മാർപ്പാപ്പ രാജസന്നിധിയിൽ സ്വർഗീയ താതന്റെ അരികിൽ പാവങ്ങൾക്കായെന്നും മാധ്യസ്ഥമേകുന്നു ദേവർ പറമ്പിൽ കുഞ്ഞച്ചൻ. മക്കളാം ഞങ്ങൾ പാടിടുന്നു കുഞ്ഞച്ചാമൽ സ്നേഹഗീതം. മക്കളാം ഞങ്ങൾ പാടിടുന്നു കുഞ്ഞച്ചാമൽ സ്നേഹഗീതം. ഈരകൾ ഞങ്ങൾക്കായി യേശുവിൻ സന്നിധി എന്നാളും പ്രാർത്ഥിക്കണേ. ഞങ്ങൾക്ക് വേണ്ടിയും മറ്റെല്ലാവർക്കു വേണ്ടിയും പ്രത്യേകിച്ച് കുഞ്ഞിന് വേണ്ടിയും ഈ കുർബാനയെ സ്വീകരിക്കണമേ. എന്നേക്കും ആമേൻ. നമുക്കെല്ലാവർക്കും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരവോടെ നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവരെ സൂക്ഷിച്ച് വീക്ഷിക്കുകയും കുഞ്ഞച്ചനിൽ വിളങ്ങിയിരുന്ന ജീവിത വിശുദ്ധിയും ലാളിത്യവും അനുകമ്പയും ഞങ്ങൾ വളർന്നു വരുവാൻ ആഗ്രഹിക്കുന്നു. നിത്യപിതാവുത്തരവും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ. ഒരു നല്ല ഇടയനെ പോലെ വർദ്ധിച്ചിരുന്ന കുഞ്ഞച്ചനെ വാഴ്ത്തപ്പെട്ട ഒരു ഗണത്തിലേക്ക് തെരഞ്ഞെടുത്തുയർത്തിയ അവിടുന്ന് നമ്മെയും വിശുദ്ധിയുടെ പാതയിലൂടെ നയിക്കുമാറാവട്ടെ. കുഞ്ഞച്ചന്റെ ത്യാഗപൂർണമായ ജീവിതം നമുക്ക് മാതൃകയും മാർഗദീപവുമായി ഭവിക്കട്ടെ. എല്ലാ ജീവിത സാഹചര്യങ്ങളിലും ദൈവതിരുമനസ്സിന് പരിപൂർണ വിധേയത്തോടെ ജീവിക്കുവാനും ജീവിതകാലം മുഴുവനും വിശ്വസ്തതാപൂർവ്വം അവിടത്തേക്ക് ശുശ്രൂഷ ചെയ്യുവാനും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സുദൃഢവും പരിശുദ്ധവും ജീവദായകവുമായ രഹസ്യങ്ങളിൽ പങ്കുകൊണ്ട് സന്തുഷ്ടരായ നമ്മെ ദൈവം മഹത്വമണിയിക്കട്ടെ.